അപ്പോൾ നമ്മളെ യാത്ര വീണ്ടും തുടങ്ങി. ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കാൻ കാരണം ഇതൊക്കെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു അരുവികളും മലകളും കുന്നുകളൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര സമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റിയ വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് തിരുമലൈ കോവിലിലാണേ. ഞങ്ങൾക്ക് പോവേണ്ട വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരണം. എന്നാലും ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഈ അമ്പലത്തിലൊന്ന് വരണമെന്ന്. അങ്ങനെ ഇന്ന് എന്തായാലും ഇവിടെ കയറിയിട്ടേ വരൂ എന്ന് വാശി പിടിച്ചിട്ട് വന്നതാണേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും. തെങ്കാശി ജില്ലയിലെ പൻപൊളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ്. പേര് പോലെ തന്നെ ഒരു വലിയ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലം. അപ്പോൾ ചേട്ടൻ്റെ അച്ഛൻ്റെ നാടൊക്കെ അടുത്തായത് കൊണ്ടേ അവരിടയ്ക്കൊക്കെ മുൻപ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞാനിതാദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അന്നൊന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് തിരക്കില്ലായിരുന്നു ഈ ക്ഷേത്രത്തിൽ. എനിക്കൊന്ന് ഈ ക്ഷേത്രം ഇത്രയും അറിയപ്പെട്ട് തുടങ്ങിയത് പുഷ്പ സിനിമയിലെ ശ്രീവല്ലി പാട്ടുണ്ടല്ലോ, അതിൽ അല്ലു അർജുൻ ഡാൻസ് കളിക്കുന്നില്ലേ ഒരു പാറയുടെ മുകളിൽ നിന്ന്. അതിന് പിറകിൽ അല്ലു അർജുൻ്റെ പിറകിൽ കാണുന്ന അമ്പലമാണിത്. കൃത്യമായിട്ട് ആ പാട്ടിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ആ ഒരു ചുവപ്പും വെള്ളയും കോടുള്ള ഒരു പടിക്കെട്ട് കയറി പോകുന്ന അവിടുത്തെ മതിലാണ് അതും. പിന്നെ അതിന് മുകളിൽ കാണുന്ന അമ്പലവും കൃത്യമായിട്ട് ആ പാട്ടിൽ കാണാൻ പറ്റും. ആ അമ്പലമാണിത്. പഴയ കാലത്തെ ഒരു അമ്പലമാണ്. കല്ലിൽ തീർത്ത കൊത്തുപണികളൊക്കെ ഉള്ള നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല വൃത്തിയുമാണ്. ഇത്രയും ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ നല്ല വൃത്തിയാണേ. നമ്മളിവിടെ വൃശ്ചിക മാസമല്ലേ ഇപ്പോൾ, അതുപോലെ തമിഴ്നാട്ടിൽ കാർത്തിക മാസമാണ്. ഇവിടെ ശബരിമലയിൽ മാലയിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്നത് പോലെ തമിഴ്നാട്ടിലുള്ളവർ മാലയിട്ടിട്ട് മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും തിരക്ക്. അത് മാത്രമല്ല ശബരിമലയിലേക്ക് പോകുന്നവർ ഇവിടെ തൊഴുതിട്ട് ശബരിമലയിലേക്ക് പോകുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഞങ്ങൾ വന്ന സമയം ഏതായാലും കൊള്ളാം. നല്ല കോട ഇറങ്ങുന്ന സമയമാണേ. വന്നപ്പോഴത്തേക്കും ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ പതിയെ ഞങ്ങൾക്ക് അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. അത്രയ്ക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റാണെന്നാണേ പറയുന്നത്. പക്ഷെ ഞാൻ വന്നിട്ട് എനിക്കങ്ങനെ അത്രയ്ക്ക് കാറ്റടിക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതിന് കോടയുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അത്രയ്ക്ക് വലിയ കാറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സാധാരണ പറയുന്നത് ഇവിടെ ഈ മലയുടെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും നല്ല കാറ്റ് വീശുമെന്നാണേ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. വന്ന് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അമ്പലങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിനോടുള്ള അമിതമായ വിശ്വാസമാണോ അതെന്ന് ചോദിക്കുന്നതിനേക്കാൾ അതൊക്കെ നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കുമല്ലേ. ദൈവം നമ്മളെങ്ങനെ പരിഗണിക്കുന്നൊക്കെ പ്രവൃത്തിയിൽ എൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ശാന്തതയും ആ ഒരു അന്തരീക്ഷമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാറുണ്ട്. എൻ്റെ മോൻ്റെ മൊട്ടയടിക്കുന്നതിന് മുമ്പുള്ള മുടി കണ്ടോ അവനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പെൺകുട്ടിയാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണോ എന്ന്. പക്ഷേ ഇപ്പം മൊട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ കണ്ടാൽ ആൺകുട്ടിയാണെന്ന് തന്നെ പറയും കേട്ടോ. അങ്ങനെ അവനെവിടെ ചെന്നാലും കുറച്ച് നേരം ഓടിക്കളിക്കണം. അങ്ങനെ കുറേ നേരം ഓടിക്കളിച്ചിട്ട് നേരം വൈകി തുടങ്ങിയതോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. താഴേക്ക് വന്നപ്പോഴത്തേക്കും വണ്ടി കിടക്കുന്നിടത്ത് വന്നപ്പോഴത്തേക്കും സൂര്യാസ്തമയ സമയമായിട്ടുണ്ടേ. പടിഞ്ഞാറ് വശത്ത് നല്ല ചുവന്ന കളർ, ചുവപ്പല്ല ഓറഞ്ചല്ല മഞ്ഞയല്ല, ഒരു അസ്തമയ സമയത്തെ കളറുണ്ടല്ലോ, അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് തിരിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ കാഴ്ച കണ്ടത്. ആകാശത്തൊരു മഴവില്ല്. എൻ്റെ അമ്മയെ ഞാൻ അവിടെ കിടന്ന് മഴവില്ലെന്ന് വിളിച്ചുപോയി. ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ആദ്യമായിട്ടല്ലെങ്കിലും ആ ഒരു സമയത്ത് ആ ഒരു കാഴ്ച എന്നെ അത്രത്തോളം അത്ഭുതപ്പെടുത്തി ആശ്ചര്യപ്പെടുത്തി എന്ന് തന്നെ പറയാം. ഒരു സൈഡിൽ സൂര്യാസ്തമയ കാഴ്ച, അതിനപ്പുറത്തെ സൈഡ് മഴവില്ല്. റെയിൻബോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ കളറിൽ പേപ്പറിൽ ഇങ്ങനെ വരച്ച് കളിക്കുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ സൈവ ഇങ്ങനെ ആകാശത്ത് റെയിൻബോ കാണുന്നത് ആദ്യമായിട്ടാണ്. അവൾക്കും ഭയങ്കര അത്ഭുതമായി. അപ്പോൾ എന്തായാലും ഈ അമ്പലവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി.